ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന ആദർശിൻ്റെയും നയനയുടെയും നാളത്തെ വിശേഷമായിട്ടാട്ടോ ഞാൻ എത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു പ്രമോ വിശേഷമാണ്, ഒത്തിരി വലിച്ചു നീട്ടിയൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വിശേഷമൊക്കെ കണ്ടിട്ട് കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. രാവിലെ തന്നെ നമ്മൾ വിശേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീടിൻ്റെ അല്ല, കൊട്ടാരം എന്ന് വേണമെങ്കിൽ പറയാം. അനന്തപുരി അത്രയും വലിയൊരു വീട് തന്നെയാണ്. അപ്പോൾ ആ വീടിൻ്റെ ആ ഒരു ഭാഗം വയ്ക്കൽ, നമ്മുടെ മുത്തശ്ശൻ എടുത്ത തീരുമാനം, ആ ഒരു തീരുമാനം അവിടെയുള്ള എല്ലാവരും എതിർത്ത് നിൽക്കുകയാണ്. പക്ഷേ ജലജ മാത്രമാണ് അതിന് സപ്പോർട്ട് ചെയ്തത്. ജലജ പറഞ്ഞിട്ടും കൂടിയാണ് കേട്ടോ. അപ്പം ജലജ ഇങ്ങനെ ചെന്ന് പറഞ്ഞു. അപ്പം ജലജ പറഞ്ഞിട്ടൊന്നുമല്ല, അങ്ങനെ പറയാൻ പറ്റില്ല. മുത്തശ്ശൻ്റെ മനസ്സിലൊരിതുണ്ടല്ലോ, തനിക്ക് അസുഖമാണ്, തനിക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയി കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പിന്നെ എന്തായിരിക്കും സംഭവിക്കുക, ഒരു വഴക്ക്, അത് വേണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് അങ്ങനെ എഴുതി വയ്ക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ വക്കീൽ വന്നു കഴിഞ്ഞ് നമ്മുടെ ആദർശിനെ കൊണ്ടാണ് ആ ഒരു വിൽപത്രം എന്നൊക്കെ പറയാം, ആ എഴുതി വെച്ച് ആ ഒരു ഇത് വായിപ്പിക്കാൻ തുടങ്ങിയത്. അങ്ങനെ ആദർശിൻ്റെ കൈ കൊടുത്തു. അപ്പോൾ ആ ഒരു സീനാണ് നമ്മൾ ഇന്ന് ലാസ്റ്റായിട്ട് കണ്ടത്. ആദർശ് അത് വലിച്ചു കീറുകയും ചെയ്തു. അപ്പോൾ അതിനകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് ആർക്കും അറിയില്ല. ആദർശിന് അറിയുമോ എന്ന് ചോദിച്ചാൽ അത് നമുക്കറിയില്ല. കാരണം ആദർശ് വേറെ എവിടെയും അതൊന്നും പറയുന്നില്ല, ആരും ചോദിക്കുന്നുമില്ല അതിനകത്ത് എന്താണ് എഴുതിയതെന്നും ഒന്നും ആരും ചോദിക്കുന്നൊന്നും ഇല്ലാട്ടോ. അതങ്ങ് വലിച്ചു കീറുകയാണ്. അങ്ങനെ രണ്ടായിട്ട് വലിച്ചു കീറി കളയുന്നു. അപ്പോഴേക്കും പെട്ടെന്ന് നമ്മുടെ നവ്യയും അതുപോലെ നവ്യയ്ക്കും ഇഷ്ടമാണ് കേട്ടോ വീട് ഭാഗം വെക്കുന്നതിന്. അപ്പം നവ്യയും ജലജയും കൂടെ ചങ്കത്ത് കൈവച്ചോണ്ടാണ് ഇരിക്കുന്നത്. അങ്ങനെ പെട്ടെന്ന് ജലജ ചോദിച്ചു, ഇത് എന്താ ആദർശ നീ കാണിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും, എന്ത് കാണിക്കാനാ, ഇതിൽ കൂടുതൽ ഇവിടെ ഒന്നും കാണിക്കാനില്ല. ഞാൻ ഇതിനൊരിക്കലും സമ്മതിക്കില്ല. ഈ വീട് ഭാഗം വെക്കേണ്ട ഒരു കാര്യവുമില്ല. മുത്തശ്ശൻ എന്ത് സംഭവിക്കുന്ന മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് ഈ പറയുന്നത്, മുത്തശ്ശനെടുത്ത ഈ തീരുമാനം അതെനിക്ക് ഒരിക്കലും ശരിവെക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാനിത് വലിച്ചു കീറിയത്. ഇതിനെ ആരൊക്കെ എതിർത്താലും ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല. അതുകൊണ്ട് ഇങ്ങനെ ഒരു വിൽപത്രം ഉണ്ടാക്കുകയോ ഇതിപ്പം ഭാഗം വെക്കുകയോ ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആദർശ് പറയുന്നു. ഏതായാലും ഇത് കേട്ടുകൊണ്ട് നമ്മുടെ ദേവയാനി വരിക. ദേവയാനി മുമ്പിലേക്ക് വന്നിട്ട്, ഞാനൊരു കാര്യം പറയാം മോനെ, നിന്നെക്കുറിച്ച് ഓർക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് അഭിമാനമുണ്ട്. നീ പല പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. നീ ഈ കുടുംബത്തിന് വേണ്ടി പലതും സഹിക്കുന്നുണ്ട്, ക്ഷമിക്കുന്നുണ്ട്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ ഇപ്പം നീ ചെയ്ത കാര്യം അത് എൻ്റെ മോനാണ് എന്ന് ഓർത്തിട്ട് എനിക്ക് അഭിമാനം തോന്നുകയാണ് എന്നൊക്കെ ഇങ്ങനെ പറയാം. അപ്പം ദേവയാനിക്കും അത് ഇഷ്ടമായി, അതങ്ങ് കീറിക്കളഞ്ഞത് കേട്ടോ. ജയനും വന്ന് പറഞ്ഞു, അല്ലെങ്കിൽ മോനെ നീ എടുത്ത തീരുമാനം തന്നെയാണ് നല്ലത്. അതിനകത്ത് എന്താണെന്ന് പോലും നമുക്കറിയേണ്ട കാര്യമില്ല. അതറിയാനുള്ള ഒരു ഇതും ആരും കാണിക്കണ്ട, അത് കീറിക്കളഞ്ഞത് തന്നെയാണ് നല്ലത് എന്ന് പറയുന്നു. മുത്തശ്ശൻ ഇതൊക്കെ കേട്ടിട്ട് അതിശയിച്ച് നിൽക്കുകയാണ്. അങ്ങനെ ആദർശ് മുത്തശ്ശൻ്റെ മുമ്പിൽ ചെന്നിട്ട് പറഞ്ഞു, മുത്തശ്ശൻ ഞാൻ ചെയ്ത ഈ ഒരു പ്രവൃത്തി അത് മുത്തശ്ശൻ്റെ കണ്ണിൽ ശരിയാണോ തെറ്റാണോ എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ ഞാൻ എൻ്റെ മനസ്സും കൊണ്ട് ഞാൻ പറയുകയാണ്, എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ ചെയ്യാറുള്ളൂ. ഇതാണ് ശരി. ഇവിടെ ഈ ഒരു വീട് ഭാഗം വയ്ക്കുമോ അതിൻ്റെ കാര്യമൊന്നും വേണ്ട. പിന്നെ മുത്തശ്ശൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ടല്ലോ, മുത്തശ്ശൻ അസുഖമാണ്, മുത്തശ്ശൻ പെട്ടെന്ന് മരിച്ചു പോകുന്നൊക്കെ. എൻ്റെ മുത്തശ്ശനെ അങ്ങനെ മരണത്തിന് വിട്ടുകൊടുക്കാൻ ഞങ്ങളൊക്കെ തയ്യാറാവുമോ? ഇവിടെ ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പം ഞങ്ങളുടെ മുത്തശ്ശന് ഞങ്ങൾ മരണത്തിന് വിട്ടുകൊടുക്കുമോ? ഒരിക്കലുമില്ല. അതുകൊണ്ട് ഞാൻ പറയുക, മുത്തശ്ശനുള്ള ട്രീറ്റ്മെൻറ്റ് അത് ഉടനെ തന്നെ നടത്താൻ പോവുക. ആ ഒരു ട്രീറ്റ്മെൻറ്റും കൂടെ കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശന് സന്തോഷത്തോടു കൂടി 100 വർഷം ജീവിച്ചിരിക്കുന്നത് കാണണം ഞങ്ങൾക്ക്. അതുകൊണ്ട് ഒരിക്കലും മുത്തശ്ശൻ ഈ വീട് ഭാഗം വെക്കേണ്ട. ഈ വീടിൻ്റെയും സ്വത്തിൻ്റെയും പേരിൽ ഇവിടെ ഒരു വഴക്കോ പ്രശ്നമോ ഉണ്ടാവില്ല. നീ ആദർശ് ആ വാക്ക് തരുന്നത് എന്ന് പറഞ്ഞ് മുത്തശ്ശന് വാക്ക് കൊടുക്കുക. ഏതായാലും മുത്തശ്ശൻ ആദർശിനെ കെട്ടിപ്പിടിക്കുകയാണ് കേട്ടോ. കെട്ടിപ്പിടിക്കുന്നു. അങ്ങനെ നമ്മുടെ മുത്തശ്ശിയും ഇതൊക്കെ കണ്ട് കരയുകയാണ്. മുത്തശ്ശി ഇങ്ങനെ കരഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനി ചെന്ന് പറയുന്നുണ്ട്, അമ്മ ഒന്നുകൊണ്ടും പേടിക്കണ്ട, നമ്മുടെ അച്ഛൻ നമ്മുടെ അടുത്തുനിന്ന് ഒരിക്കലും പോവില്ല. അച്ഛനില്ലാത്ത ഈ വീട് ഞങ്ങൾക്ക് സങ്കല്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നല്ലത് മാത്രമേ സംഭവിക്കത്തുള്ളൂ എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആ ഒരു സിറ്റുവേഷൻ അവിടെ അവസാനിക്കുകയാണ്. വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് അവിടെ നിന്ന് എല്ലാവരും പിരിയുന്നത്. പക്ഷേ ജലജയുടെ മനസ്സിൽ അപ്പോഴും പകയും വിദ്വേഷവും ഒന്നും കിട്ടിയില്ലല്ലോ. ഇനിയിപ്പോൾ എന്ത് സംഭവിക്കും, മുത്തശ്ശൻ അതായത് അച്ഛൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ഈ സ്വത്തുക്കൾ തനിക്ക് അവകാശപ്പെട്ടതായിരിക്കില്ല എന്നൊക്കെ ആ ഒരു മനസ്സോടു കൂടി തന്നെ നിന്ന് നേരെ ചെന്ന് അഭിയോട് പറയുകയാണ്. എങ്ങനെയെങ്കിലും എല്ലാം ഒന്ന് സെറ്റാക്കി എടുത്തപ്പോഴത്തേക്കും അവൻ കൊണ്ട് തൊലച്ചു കളഞ്ഞു. ഇങ്ങേരെ ഇനി എന്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് എങ്ങനെ ശരിയാക്കി എടുക്കാനാ? ഇത്രയും വർഷം ജീവിച്ചില്ല, അതുപോരെ, ഇനി എന്തിനാ ജീവിക്കുന്നത്? ഇത്രയും വർഷം ജീവിച്ചത് പോരെ, കൊതിയും മതിയും തീർന്നില്ല എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ജലജ ഇങ്ങനെ അഭിയോട് പറയുകയാണ്. അപ്പോൾ അഭി പറയുന്നുണ്ട്, അമ്മയൊന്ന് പതുക്കെ പറയാം, ആരെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നമാവോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഒരു വല്ലാത്തൊരു ഇതുണ്ട് ജലജയ്ക്ക്. അതിലെന്തായിരിക്കും എഴുതിയിട്ടുണ്ടായിരിക്കും, അതിൽ ആർക്കൊക്കെ എന്ത് ഏത് എന്നൊക്കെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാകുക എന്ന ആ ഒരു ചിന്തയുണ്ട്. പക്ഷേ അത് വേസ്റ്റ് ബക്കറ്റിൽ ഇടുകയും ചെയ്തു. അപ്പോൾ പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞാൽ
നമ്മുടെ അഭി എങ്ങനെയെങ്കിലും നവ്യേനെ ഇവിടെ നിന്ന് പറഞ്ഞയക്കണമല്ലോ. അപ്പോൾ അതിനു വേണ്ടിയുള്ള തത്രപ്പാടിലാണ്. അങ്ങനെ അഭി ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ കുറേ ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട്. ആ ഫോട്ടോസ് എന്തൊക്കെയോ ചെയ്ത് വേറെ രീതിയിലൊക്കെ ആക്കി നമ്മുടെ നവ്യേനെയും അതുപോലെ തന്നെ കൂടെ പഠിച്ച ആ ഒരു പയ്യനുണ്ടല്ലോ, കഴിഞ്ഞ ദിവസം വന്ന പറഞ്ഞ പയ്യനെയും ഒക്കെ നിർത്തി ആ ഫോട്ടോ വേറെ എന്തോ രീതിയിലാക്കി എടുത്തിരിക്കുകയാണ്. മാന്യമര്യാദയായിട്ടുള്ള ഫോട്ടോ ആയിരുന്നു. അപ്പോൾ അത് വേറെന്തോ രീതിയിലാക്കിയെടുത്ത് അത് ഫോണിൽ നമ്മുടെ നവ്യയുടെ ഫോണിലേക്ക് തന്നെ അയച്ചു. അപ്പോൾ നവ്യ അത് കാണുന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ അഭി ഇത് കള്ളത്തരമായിട്ട് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അഭി ഇത് ചെയ്യുന്നത് കണ്ടിട്ട്, അതായത് ഫോണൊക്കെ എടുത്തു, എന്തോ ഒരു പരിങ്ങലുണ്ട്. അങ്ങനെ നവ്യ വന്ന് ചോദിക്കുകയാണ്, എന്താ പറ്റിയത് അഭിക്ക് എന്തോ ഒരു ചെറിയ കള്ളത്തരം ഉണ്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ, എന്ത് കള്ളത്തരം, എനിക്കൊരു കള്ളത്തരവും ഇല്ല, നീ എപ്പോഴും കള്ളത്തരം കാണിക്കുന്നുണ്ട്, മറ്റുള്ളവർ കള്ളത്തരം കാണിക്കുന്നതെന്ന് നിനക്ക് തോന്നുന്നതായിരിക്കുമെന്ന് ഇങ്ങനെ പറഞ്ഞു. ഏതായാലും നവ്യ അത് കൂട്ടാക്കിയില്ല കേട്ടോ. നവ്യ അത് കാര്യത്തിലെടുത്തൊന്നുമില്ല. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആയി കഴിയുമ്പോഴേക്കും ഡോക്ടർ എത്തുകയാണ്. ഡോക്ടർ എത്തിക്കഴിയുമ്പോഴേക്കും ഡോക്ടർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവർക്കും സന്തോഷമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. എല്ലാവർക്കും അല്ല, ജലജയ്ക്കും അഭിക്കും നവ്യയ്ക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും സന്തോഷം ഉണ്ടാകുന്ന കാര്യം തന്നെയാണ് മുത്തച്ഛനല്ല ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഡോക്ടർ വന്ന് നമ്മുടെ മുത്തച്ഛൻ്റെ എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടുകളൊക്കെ നോക്കിക്കഴിഞ്ഞപ്പം പറഞ്ഞു, ഏതായാലും ഇതിനേക്കാളും വലിയ കേസുകൾ വരെ ഞാൻ സ്വീകരിച്ചിട്ടുണ്ട്, അതൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നും വേണ്ട, ഉറപ്പായിട്ടും ഇത് നമുക്ക് മാറ്റാൻ പറ്റും. ഇതിപ്പോൾ ലാസ്റ്റ് സ്റ്റേജൊക്കെ ആണെന്നൊക്കെ പറഞ്ഞാലും ഈ ഒരു ട്രീറ്റ്മെൻറ്റിന് ഏറ്റവും വേണ്ടത് മനോധൈര്യമാണ്. അത് വേണ്ടുവോളം അനന്തമൂർത്തി സാറിനുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇല്ലെങ്കിൽ അത് ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് മാറും എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛനെയും മുത്തശ്ശിയൊക്കെ സമാധാനിപ്പിക്കാനുള്ള ഉള്ളതാണ് പറയുന്നത്. അപ്പോൾ ഈ ഭാഗമൊക്കെ കഴിഞ്ഞ് ഡോക്ടർ മാറി നിന്ന് ദേവയാനിയോടും ആദർശിനോടും സംസാരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞതൊക്കെ ഉള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിൻ്റെ കൂടെ രോഗിയുടെ അവസ്ഥ നമ്മൾ നോക്കണം. സന്തോഷം കൊടുക്കുക, മാക്സിമം സന്തോഷം മാത്രം കൊടുക്കുക, മനസ്സിന് സന്തോഷിക്കാനുള്ളൊരു അവസരങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക. അല്ലാതെ വേദനിക്കുന്ന രീതിയിലോ വിഷമിക്കുന്ന രീതിയിലോ ഒന്നും പോകരുത്. അത് ചിലപ്പോൾ നമ്മുടെ ട്രീറ്റ്മെൻറ്റിനെ ബാധിക്കുന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആദർശും അതുപോലെ തന്നെ ദേവയാനിയും കൂടി ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വല്ലാത്ത പുലിവാല് പിടിച്ചൊരവസ്ഥയാണ്. നമ്മുടെ മുത്തച്ഛനെ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടുന്നത് വേറെ ഒന്നുമല്ല, നയനെ എപ്പോഴും അടുത്ത് വേണം, നയനെയും ആദർശം ഒരുമിച്ച് ജീവിക്കുന്നത് കാണണം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വാക്കുകൾ ദേവയാനി വളരെ അസ്വസ്ഥതയാകുന്നുണ്ട് ഈ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ആദർശം. ഏതായാലും ആ ഒരു സീനൊക്കെ കഴിയുന്നു. പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വീട്ടിലൊരു തീരുമാനം എടുക്കുകയാണ്. മുത്തച്ഛന് ഒത്തിരി സന്തോഷം കൊടുക്കണമല്ലോ. അതുകൊണ്ട് ദേവയാനി ഒരു കാര്യം പറയുകയാണ്, എങ്ങനെയെങ്കിലും അനിയുടെ ആ ഒരു വിവാഹം പെട്ടെന്ന് നടത്താം. വിവാഹമൊക്കെ വീട്ടിൽ വരുമ്പോഴാണല്ലോ കൂടുതൽ സന്തോഷമൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പം അച്ഛൻ്റെ ഒരു സന്തോഷം ആയിക്കോട്ടെ, ഈ വിവാഹം നമുക്ക് നീട്ടിക്കൊണ്ട് പോകണ്ട, ഇത് എത്രയും പെട്ടെന്ന് നടത്തണമെന്ന ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുകയാണ്. അങ്ങനെ ആ ഒരു തീരുമാനം എടുക്കുന്നു. ഈ ഒരു തീരുമാനം കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ അനിക്ക് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ല. പക്ഷെ അനിയോട് നയനയൊക്കെ ചെന്ന് കൺഗ്രാജുലേഷൻസ് എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മുടെ അനിയുടെ ആ ഒരു മുഖഭാവമൊക്കെ കണ്ടിട്ട് ഒത്തിരി സന്തോഷമൊന്നും തോന്നുന്നില്ല. കാരണം എനിക്കെപ്പോഴും മനസ്സിൽ നന്ദു ഉണ്ട്. അതിലുപരി അനാമികേനോട് അത്രയ്ക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല. അപ്പോൾ ആ ഒരു ഭാഗം കാണിക്കുന്നു. പിന്നെ നമ്മുടെ നന്ദുവിനെ കാണിക്കുകയാണ്. അപ്പം നന്ദു വീട്ടിലിരുന്ന് വിഷമിക്കുന്നു. എന്താ പറയുക, ഒന്നും ചെയ്യാനൊന്നും തോന്നുന്നില്ല. കനകദുർഗ പറയുന്നുണ്ട് ഇടയ്ക്ക്, നീ എന്തെങ്കിലുമൊക്കെ വെളിയിൽ ഇറങ്ങടി, നീ എന്തിനാ ഈ അകത്ത് കയറിയിരിക്കുന്നതെന്നൊക്കെ പറയുന്നു. അങ്ങനെ ഫോൺ ബെല്ലടിക്കുകയാണ്. കനകദുർഗയുടെ ഫോണിലേക്ക് വിളിക്കുന്നത് നയനയാണ്. അങ്ങനെ ഫോൺ ചെന്ന് എടുക്കുന്നു നയനെ. അപ്പം അവിടെ നിന്ന് നടന്ന സന്തോഷ വാർത്തയൊക്കെ പറയുകയാണ്. അനിയുടെ വിവാഹം ഉടനെ ഉണ്ടാകും, നാളെ ഇവിടെ നിന്ന് ആൾക്കാർ പോകുന്നുണ്ട്, അതുപോലെ തന്നെ മുത്തച്ഛൻ്റെ അസുഖത്തിൻ്റെ കാര്യമൊക്കെ പറയുന്നു. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കനകദുർഗയ്ക്കും വലിയ സന്തോഷം. അപ്പം കനകദുർഗ ഫോണൊക്കെ വെച്ച് കഴിഞ്ഞു. അതിനിടയ്ക്ക് നയനയുടെ കാര്യമൊക്കെ അന്വേഷിച്ചു കേട്ടോ. അപ്പോൾ നയനോട് ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇപ്പം ആദർശം എന്നൊക്കെ ചോദിക്കുമ്പോൾ, അങ്ങനെ മാറാൻ സമയമായിട്ടില്ലല്ലോ, അത്രയും വലിയൊരു തെറ്റാണല്ലോ ചെയ്തിരിക്കുന്നത്, അപ്പം അതൊക്കെ മാറിക്കോളും എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ കനകദുർഗേനെയും സമാധാനിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ആയിക്കോട്ടെ നമ്മുടെ നന്ദുവിനോട് കനകദുർഗ ചെന്ന് കാര്യങ്ങളൊക്കെ പറയുകയാണ്, മോളെ ഇങ്ങനെയാണ് സംഭവം എന്ന്. ഇത് കേട്ട് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നന്ദു വല്ലാത്തൊരവസ്ഥയിലാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ കോർത്തിണക്കിക്കൊണ്ടൊരു അടിപൊളി വിശേഷം തന്നെയാണ് നമ്മൾ ഇനിയിപ്പം നാളെ കാണാൻ പോകുന്നത്. ഇവിടം വരെ എത്തുമോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കറക്റ്റായിട്ട് നമുക്ക് പ്രമോ വിശേഷം കിട്ടിയിട്ടില്ല. പക്ഷേ ഇത് തന്നെയാണ് നാളെ നടക്കാൻ പോകുന്നത്. ചിലപ്പം ഈ ഒരു ഭാഗം വരെ എത്താൻ ചാൻസ് കുറവായിരിക്കും. ചിലപ്പം ഞാൻ പറഞ്ഞല്ലോ, ഡോക്ടറിനെ കാണുകയും ഡോക്ടർ കാര്യങ്ങൾ സംസാരിക്കുകയൊക്കെ ചെയ്യുന്ന ആ ഒരു ഭാഗം കൊണ്ട് തീരുമായിരിക്കും ചെയ്യുന്നത്. ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം കേട്ടോ.
അപ്പോൾ ഫുൾ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. നാളെ രാവിലെ ഒരു 8 മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ വിശേഷം ഇന്ന് ഇടുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ നാളെ രാവിലെ 8 മണിയാകുമ്പോൾ നമ്മുടെ നയനയുടെയും ആദർശിൻ്റെയും ഫുൾ വിശേഷമായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം എന്നൊന്നും പറയാൻ പറ്റില്ല. ഇന്ന് ഉച്ചയായല്ലോ, അപ്പം എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? ഇപ്പം മക്കളൊക്കെ പോയതുകൊണ്ട് വീട്ടമ്മമാരൊക്കെ വെറുതെ വീട്ടിലൊക്കെ ഇരിക്കുകയായിരിക്കും. വെറുതെ ഇരിക്കുകയല്ല, ജോലിയുള്ളവർ കാണും. എങ്കിലും എല്ലാവരും സേഫായിട്ടിരിക്കുക. മഴയൊക്കെയാണ്. ഞങ്ങളുടെ ഇടുക്കിക്കാർക്ക് മഴ എന്ന് പറഞ്ഞാൽ ഒരു പേടി സ്വപ്നം തന്നെയാണ്. കാരണം മണ്ണിടിച്ചിൽ, ഉരുളുപൊട്ടൽ, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ഇപ്പോൾ ഇവിടെ അത്യാവശ്യം മഴയേ കിട്ടുന്നുള്ളൂ. അത്യാവശ്യം മഴ കിട്ടുന്നുണ്ട്. വലിയ പ്രശ്നങ്ങളുണ്ടാകാൻ മാത്രം മഴയൊന്നും ഇല്ല കേട്ടോ. ഇവിടെ ഉള്ളവരെല്ലാം സേഫൊക്കെ ആയിട്ടിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക, പ്രാർത്ഥിക്കുക. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയിൽ എന്നെയും എൻ്റെ കുടുംബത്തെയൊക്കെ ഉൾപ്പെടുത്തുക. നിങ്ങളുടെ സ്നേഹത്തിനും സന്തോഷത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട്. വീണ്ടും നിങ്ങളുടെ സ്നേഹവും സന്തോഷവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.